ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ടീം വ്യൂവർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വേറൊരാളുടെ സ്ക്രീൻ ആക്സസ് ചെയ്യാനും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ വേറൊരാൾക്ക് ആക്സസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടീം വ്യൂവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിമോട്ടായിട്ട് മറ്റുള്ളവർക്ക് നമ്മുടെ സ്ക്രീനും അവരുടെ സ്ക്രീനും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഈ ടീം വ്യൂവർ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു 30 MB ഒരു ഫയലാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ആർക്കും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അത് ജസ്റ്റ് ടീം വ്യൂവർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും എൻ്റർ ആയിട്ടുണ്ടാവുക. അതിൻ്റെ അക്സെപ്റ്റ് ഓൾ കുക്കീസ് എന്നുള്ളത് കൊടുക്കാം. ശേഷം ഏറ്റവും മുകളിലായിട്ട് ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ശേഷമായി ഇവിടെ കിടക്കുന്ന ഡൗൺലോഡ് നൗ എന്ന് ഫസ്റ്റ് കിടക്കുന്ന ഡൗൺലോഡ് ഫ്രീ വെർഷൻ ഫസ്റ്റ് ഡൗൺലോഡ് നൗ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് ഏത് OS-ലോട്ടാണ് ഫയൽ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് വിൻഡോസ് ആണ് കിടക്കുന്നത്. മാക് വേണോ ലിനക്സ് വേണോ എല്ലാം ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം വിൻഡോസ് തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വെർഷനാണ് വേണ്ടത്, ടീം വ്യൂവർ ക്വിക്ക് സപ്പോർട്ടാണോ ടീം വ്യൂവർ ഫുൾ ക്ലയൻ്റ് ആണോ ഏതാ വേണ്ടതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ടീം വ്യൂവർ ക്വിക്ക് സപ്പോർട്ടാണ്. അതേപോലെ ഡൗൺലോഡ് 64 ബിറ്റ് വേണോ 32 ബിറ്റ് വേണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്റം 64 ബിറ്റ് ആയതുകൊണ്ട് ഞാൻ 64 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ OS 64 ആണോ അതോ 32 ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സിസ്റ്റം പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഡൗൺലോഡ് ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റം ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണോ അത് ഡൗൺലോഡ് ആവേണ്ടത് ആ ഒരു പാത്തും കൂടെ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഡൗൺലോഡ്സ് തന്നെയാണ് സേവ് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇപ്പം 30.5 MB ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഇത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. പെർമിഷൻസിൽ യെസ് എന്ന് കൊടുക്കാം. യെസ്, ഇപ്പോൾ നമ്മുടെ ടീം വ്യൂവറിൻ്റെ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീം വ്യൂവറിൻ്റെ ആപ്പ് വരുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഗ്രീൻ എന്നുള്ള ഐക്കൺ എന്നുള്ളത് നമുക്ക് ആക്റ്റീവ്, അതായത് നമ്മൾ ഓൺലൈൻ ആണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ID, ഇതാണ് നമ്മുടെ പാസ്വേഡ്. ഇനി മറ്റൊരു സിസ്റ്റത്തിൽ വേറെ ആർക്കാണോ നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യേണ്ടത് അവരും ഇതേപോലെ ടീം വ്യൂവർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ID യും പാസ്വേഡും അവർക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ സെക്ഷൻ കോഡ് എന്നുള്ളത് ഇവിടെ ഈ കോഡ് അവരുടെ സിസ്റ്റത്തിൽ ഈ ഒരു ഭാഗത്ത് അടിച്ച് കണക്റ്റ് കൊടുത്ത് ശേഷം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പ് നമുക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും.